നമസ്കാരം. 8ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി ഞാൻ 8ാം ക്ലാസ്സിന് ക്ലാസ് എടുത്തിട്ട്, ഒത്തിരി വർഷം മുമ്പ് എടുത്തതാണ്. അപ്പം നിങ്ങൾ കുറച്ച് കുട്ടികൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്രീസിയേഷൻസ്, കുറേ ചാപ്റ്റേഴ്സിൻ്റെ അപ്രീസിയേഷൻസ്, ഒരു ചാപ്റ്ററിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, ഇതൊക്കെ നിങ്ങൾ എനിക്ക് മെസ്സേജിൽ ചോദിച്ചതാണ്, കമൻറ്റിൽ ചോദിച്ചതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ തരുന്നത്. നിങ്ങൾക്ക് എക്സാമൊക്കെ അല്ലേ, അപ്പോൾ അതിന് മുമ്പ് അത് നൽകുകയാണ്. ഒന്നാമത്തത് നമ്മളുടെ ലൈറ്റ് ഓൺ ദി ഹിൽസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ ഒരു 2 ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ്. ആരാണ്? ബോയ്, ഗേൾ. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ലിറ്റിൽ ഗേൾ. കേട്ടോ, ആ പെൺകുട്ടിയുടെ, ലൈറ്റ് ഓൺ ദി ഹിൽസിലെ പെൺകുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. നമുക്കറിയാം ആ ആൺകുട്ടിയെ പടം വരയ്ക്കാനായിട്ട് കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് ആ കുട്ടിയാണ്. ആ കുട്ടിക്ക് കുറച്ചും കൂടി ഐഡിയകളുണ്ട്. ആൺകുട്ടി ഭയങ്കര പാസീവായിട്ടൊന്നും ശ്രദ്ധിക്കാതെ വരച്ച സമയത്ത് പെൺകുട്ടി കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു അല്ലേ. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യൂ, അപ്പോൾ കുറേ പെർഫെക്ഷൻ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ചാണ്, അല്ല പെൺകുട്ടിയുടെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അല്ലേ. ആ കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ പറ്റിയിട്ടുള്ള, നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണോ അവരെ പറ്റി ഇപ്പം കാണാൻ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമുക്കവിടെ പറയാം. ഇവിടെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഇതിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും എന്തൊക്കെയാണ് ആ കുട്ടിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾക്കിവിടെ എഴുതേണ്ടത്. ഓക്കെ, നോക്കൂ. ദ ലിറ്റിൽ ഗേൾ ഇൻ ദി ലൈറ്റ് ഓൺ ദ ഹിൽസ് ബൈ ലൂസി ക്ലിഫോർഡ് ഈസ് വൈസ് ആൻഡ് പോസിറ്റീവ്. ആ കുട്ടി എന്താണ്? വളരെ ബുദ്ധിമതിയാണ്, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന കുട്ടിയാണ്. ഡെസ്പൈറ്റ് ബീയിങ് യങ്ങർ ദാൻ ഹർ ബ്രദർ. അപ്പം ആ ആൺകുട്ടിയേക്കാളും ഇളയ കുട്ടിയാണിത്. എന്നിട്ട് പോലും അവനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവൾ? കാര്യങ്ങൾ വളരെ വൈസായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ചിന്തിക്കുന്നു. ഷീ എൻകറേജസ് ഹിം ടു പെയിൻറ്റ്, സേയിങ് ഇറ്റ് വിൽ ബ്രിങ് ജോയ് ടു അതേഴ്സ് ആൻഡ് ടീച്ചസ് ഹിം അബൌട്ട് ഹാർഡ് വർക്ക്. അവൾ എന്താണ് ചെയ്യുന്നത്? അവനെ എൻകറേജ് ചെയ്യുന്നു. എന്തിനാ? പടം വരയ്ക്കാൻ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് എന്തും പറയുന്നുണ്ട്? നന്നായി പടം വരയ്ക്കൂ, മറ്റുള്ളവർക്കും സന്തോഷം കിട്ടും, നമ്മൾക്കും. എന്നിട്ട് എന്തും പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഹാർഡ് വർക്ക്, എന്താണ് ഹാർഡ് വർക്കിൻ്റെ ഗുണം എന്നുള്ളതും പറഞ്ഞു കൊടുക്കുന്നു. ഹൗ വേർഡ്സ് ലൈക്ക് ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. അത് പറയുന്നില്ലേ ഒരു വാക്ക്? എന്താണ്? നീ ചെയ്യുന്ന വർക്ക് വളരെ ആത്മാർത്ഥമായും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടും ഒക്കെ നീ ചെയ്യുന്നു, സത്യസന്ധമായിട്ടൊക്കെ നീ ചെയ്യുന്നുവെങ്കിൽ ആൾക്കാർക്ക് ആ വർക്ക് കാണുമ്പോൾ എന്ത് മനസ്സിലാവും? നിൻ്റെ ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകും എന്ന് പറയുന്നുണ്ട്. ഷോ ഹെർ കോൺഫിഡൻസ് ആൻഡ് ബിലീഫ് ഇൻ പെർസിവറൻസ്. അപ്പോൾ ഈ വാക്കുകൾ എന്ത് കാണിക്കുന്നതാണ്? അവളുടെ വിശ്വാസം, എന്തിലൊക്കെ ഉള്ള കോൺഫിഡൻസ്, അവളുടെ ആ ഒരു കോൺഫിഡൻസ് എന്തിൽ? പെർസിവറൻസിലുള്ള കോൺഫിഡൻസും വിശ്വാസവും. എന്താണ് പെർസിവറൻസ്? സ്ഥിരോത്സാഹം. നമ്മൾക്ക് ഇന്ന് ഞാൻ പഠിച്ചു, നാളെ മടി, മറ്റന്നാൾ മടി, എൻ്റെ പിറ്റേന്ന് മടി പറ്റില്ല, എങ്ങനെയെങ്കിലും കാട്ടിക്കുട്ടുന്നു പറ്റില്ല. ഇതൊന്നുമല്ല പെർസിവറൻസ്. എന്നും ഒരേപോലെ നമ്മൾ ചെയ്യുന്നു, അതാണ് പെർസിവറൻസ്. അപ്പോൾ അതിലുള്ള വിശ്വാസവും കോൺഫിഡൻസുമാണ് കാണിക്കുന്നത്. ഷീ മോട്ടിവേറ്റ്സ് ഹിം ടു വർക്ക് ഫോർ ദ പീപ്പിൾ ഹീ ലവ്സ് ഗിവ് ഹിം സ്ട്രെങ്ത്. എന്താണ് അവൾ എന്ത് പറയുന്നുണ്ട്? നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. അതെന്ത് നൽകും? അവന് സ്ട്രെങ്ത് നൽകും. ദെയർ സ്ട്രോങ് ബോണ്ട് ആൻഡ് ഹെർ വേർഡ്സ് കണ്ടിന്യൂ ടു ഇൻസ്പയർ ഹിം. അല്ലേ, അവർ തമ്മിലുള്ളൊരു ഭയങ്കര സ്നേഹമാണ്, സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. അത് അവനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ? ഈവൻ ആഫ്റ്റർ ഹെർ ഡെത്ത്, അവൾ മരിച്ചതിന് ശേഷവും അവൻ ആ ഒരു വേർഡ്സാണ് അവൻ ഇൻസ്പിറേഷൻ. ഷീ ടീച്ചസ് അസ് ദ പവർ ഓഫ് എൻകറേജ്മെൻറ്റ് ആൻഡ് ലവ്. നമ്മളത് വായിച്ച് നമ്മൾക്ക് മനസ്സിലായില്ലേ എൻകറേജ്മെൻറ്റിൻ്റെയും ലവിൻ്റെയും ഒക്കെ എന്ത് പവർ എന്താണ് എന്നുള്ളത്. കേട്ടോ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചേരെ, എക്സാമിന് ചോദിക്കും. ഇനി ഈ ചാപ്റ്ററിനകത്ത് ഒരു ബോയ് കൂടിയുണ്ട് അല്ലേ, അവൻ്റെ ക്യാരക്ടർ സ്കെച്ചും കൂടി നമുക്കൊന്ന് നോക്കാം. എന്താണ്? ദ യങ് ബോയ് in the light on the hills is a talented painter but lacks confidence. അതിലുണ്ടായിരുന്ന യങ് ബോയ് ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള പെയിൻറ്ററാണ് അല്ലേ. അപ്പോൾ വേറൊരാൾ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്താൽ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ടാലൻ്റ് ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ ആ കുട്ടി ടാലൻറ്റഡ് ആണ്, അതുകൊണ്ടാണല്ലോ മോട്ടിവേറ്റ് ചെയ്തപ്പോൾ വരയ്ക്കാൻ പറ്റിയത്. അപ്പോൾ ഇവൻ്റെ കുറവെന്തായിരുന്നു? അവന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഹീ ഓഫൺ പെയിൻറ്റ്സ് വിത്തൗട്ട് പുട്ടിങ് മച്ച് എഫേർട്ട് and his works lack perfection, with trees that are not straight and skies that are not as blue as they should be. അപ്പോൾ എന്താണ്? ഒറ്റ നീളമുള്ള സെൻറ്റൻസ് പറഞ്ഞതുകൊണ്ടാണ് കൺഫ്യൂഷൻ. എന്തായാലും പറയാം.
അവൻ മിക്കവാറും പടം വരയ്ക്കും, വലിയ എഫേർട്ടൊന്നും എടുത്ത് വരയ്ക്കത്തില്ല. എന്താണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ പെയിൻറ്റിങ്സിന് എന്തില്ല, പെർഫെക്ഷൻ ഇല്ല. അവൻ എങ്ങനെ വരയ്ക്കും? മരം വരയ്ക്കും, നേരെ ആയിരിക്കത്തില്ല. പിന്നെ സ്കൈ വരയ്ക്കും, അതിൻ്റെ കളർ എന്താണോ അതുമായിട്ട് അത്ര പെർഫെക്ഷൻ വരുന്ന രീതിയിലല്ല അവൻ സ്കൈ വരയ്ക്കുന്നത്. ഹിസ് യങ്ങർ സിസ്റ്റർ ഹു ഈസ് മോർ ലൈക്ക് എ മദർ ടു ഹിം. യങ്ങർ സിസ്റ്റർ ആണെങ്കിലും അവൾ മോർ ലൈക്ക് എ മദർ ടു ഹിം, അമ്മയെപ്പോലെ അവനോട് സംസാരിക്കും. നോട്ടീസസ് ദിസ് ആൻഡ് എൻകറേജസ് ഹിം ടു ഇംപ്രൂവ്. അവളിത് ശ്രദ്ധിച്ചിട്ട് എന്ത് പറയുന്നുണ്ടായിരുന്നു? ഇംപ്രൂവ് ചെയ്യണം, അതിന് വേണ്ടുന്ന പ്രോത്സാഹനം അവൾ കൊടുത്തു. ഷീ ടീച്ചേഴ്സ് ഹിം ദാറ്റ് ലവ് ആൻഡ് ഡെഡിക്കേഷൻ ക്യാൻ മേക്ക് ഹിം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അവൾ എന്ത് പറയുന്നുണ്ടായിരുന്നു? സ്നേഹവും ഡെഡിക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ നീ എന്താകും? ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആകുമെന്ന് പറഞ്ഞു. ആഫ്റ്റർ ഹെർ ഡെത്ത് ദ ബോയ് മോൺസ് ഡീപ്ലി. അവളുടെ മരണശേഷം ആ കുട്ടി ഭയങ്കരമായി വിഷമിച്ചു. ബട്ട് ഫൈൻഡ് സ്ട്രെങ്ത് ഇൻ ഹിസ് ലവ് ഫോർ ഹെർ. പക്ഷേ അവളോട് അവന് ഭയങ്കരമായ സ്നേഹമില്ലേ, അതിൽ അവൻ എന്ത് കണ്ടെത്തി? അവൻ്റെ സ്ട്രെങ്ത് കണ്ടെത്തി. ഹി യൂസസ് ദിസ് പവർ ടു ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്. അതുപയോഗിച്ച്, ആ ഒരു പവർ ഉപയോഗിച്ചാണ് അവനൊരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ഉണ്ടാക്കിയത്. തിങ്കിങ് ഓഫ് ഹിസ് സിസ്റ്റർ ആസ് ഹി വർക്ക്സ്. എന്താണ്, പടം വരയ്ക്കുന്ന സമയത്ത് അവൻ ആരെപ്പറ്റി ചിന്തിച്ചു? അവൻ്റെ സിസ്റ്ററെ പറ്റി ചിന്തിച്ചു. ഹിസ് ഡെഡിക്കേഷൻ ആൻഡ് ലവ് ട്രാൻസ്ഫോം ഹിം ടു എ കോൺഫിഡൻറ്റ് ആർട്ടിസ്റ്റ്. ആ ഡെഡിക്കേഷനും അവളോടുള്ള സ്നേഹവും ഒക്കെയാണ് അവനെ എന്താക്കി ട്രാൻസ്ഫോം ചെയ്തത്, മാറ്റിയത്? ഒരു കോൺഫിഡൻസ് ഉള്ള ആർട്ടിസ്റ്റാക്കി മാറ്റിയത്. ആൻഡ് ഹിസ് മാസ്റ്റർ പീസ് ഈസ് വെൽ അപ്രീഷിയേറ്റഡ്. അങ്ങനെയാണ് അവൻ അവൻ്റെ മാസ്റ്റർ പീസ് വരച്ചത്. അതൊരുപാട് പേര് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു അല്ലേ. ഹിസ് ജേർണി ഷോസ് ദാറ്റ് ലവ് ആൻഡ് ഡിറ്റർമിനേഷൻ ക്യാൻ ലീഡ് ടു സക്സസ്. അവൻ്റെ ആ ജേർണിയിലൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റി? ലവും അതുപോലെ തന്നെ എന്തും ഡിറ്റർമിനേഷനും അല്ലേ, നേടണം എന്നുള്ള ആ ഒരു അക്കം കഴിഞ്ഞ ഡിറ്റർമിനേഷനും നമ്മളെ എന്താക്കും? സക്സസ് ആക്കും. ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ട്രാജഡി. നമ്മൾ എത്ര വലിയ ട്രാജഡിയിലാണെങ്കിൽ പോലും നമ്മൾക്ക് എന്തുണ്ടാകണം? സ്നേഹവും അതുപോലെ തന്നെ ഡിറ്റർമിനേഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിത്തീരും? സക്സസ് ആയിത്തീരും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഓൺ ദി ഹിൽസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ബോയ്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഗേൾ. ഇതിലേതെങ്കിലും എക്സാമിന് ചോദിച്ചാൽ എഴുതിക്കൂടെ? നന്നായിട്ട് വായിച്ച് വെക്കൂ. സ്വന്തം സെൻറ്റൻസിൽ എഴുതാൻ പറ്റുന്നെങ്കിൽ എഴുതിക്കോ. കാണാതെ പഠിച്ചേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ. എനിക്ക് വായിച്ച് മനസ്സിലാക്കി സ്വന്തം സെൻറ്റൻസിൽ എഴുതുന്നതാണ് ഇഷ്ടം കേട്ടോ. നിങ്ങൾ നിങ്ങളതായിട്ട് രീതിയിൽ എഴുതൂ. ചെറിയ മിസ്റ്റേക്സ് ഒന്നും കുഴപ്പമില്ല, ടീച്ചർ തിരുത്തി തരും. ഇപ്പോൾ 8 ആയിട്ടുള്ളത് 10 എത്തുമ്പോഴേക്കും നമ്മൾ സ്വന്തമായിട്ട് എഴുതാൻ പഠിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ, നന്നായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.